നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 1201 കർക്കിടക മാസം 1-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 17-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച. കർക്കിടക മാസം 1-ാം തീയതിയുടെ ആരംഭം വന്നത് യഥാർത്ഥത്തിൽ മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച. ഈ കർക്കിടക മാസം അത്രത്തോളം ശോഭനമായ ഒരു മാസമാണ് എന്ന് ചോദിച്ചാൽ സാധാരണ വർഷത്വമാണ്, വർഷ ഋതു ആരംഭിക്കുകയാണ്. അപ്രകാരം തന്നെ ദക്ഷിണായനത്തിൻ്റെ ആരംഭവുമാണ്. അത്രത്തോളം ശുഭമല്ല കർക്കിടക മാസം നിൽക്കുന്ന സൂര്യൻ്റെ ആശ്രയ ഫലവും. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:15, അസ്തമയം വൈകിട്ട് 6:47. രാഹുകാലം നിങ്ങൾക്കറിയാം, വെള്ളിയാഴ്ച 10:30 മുതൽ 12 മണി വരെയുള്ള കാലത്തുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. നാം ശുഭാശുഭങ്ങളൊന്നും അനുഷ്ഠിക്കാറില്ല. തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ 4-ാമത്തെ തിഥിക്കാണ് ചതുർത്ഥി എന്ന് പറയുക. ഒരു റിക്ത തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ് ചതുർത്ഥി. അപ്രകാരമുള്ള 3 തിഥികളുണ്ട്. ചതുർത്ഥി 4-ാമത്തേത്, പിന്നീട് നവമി 9-ാമത്തേത്, അപ്രകാരം ചതുർദശി 14-ാമത്തേത്. ഈ 3 തിഥികളും ദുർബലങ്ങളാണ്. സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത തിഥികളാണെന്ന് നിങ്ങൾ അറിയുക. വെള്ളിയാഴ്ച മകം നക്ഷത്രമാണ്. മകം ഒരു നല്ല ശുഭനക്ഷത്രമാണ്. മകം നാം ചോറൂൺ വിഷയത്തിലായാലും അപ്രകാരം ഹരിസ്ത്രീ കുറിക്കുവാനും ശുഭകാര്യത്തിനുമൊക്കെ സ്വീകരിക്കുന്നൊരു നക്ഷത്രമാണ്. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് മകം നക്ഷത്രം. ആദാതവ്യം എന്ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. വാങ്ങരുത്, കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്കി പോലും നശിക്കും. അങ്ങനെയുള്ള 6 നക്ഷത്രങ്ങളുണ്ട്. കൃത്രിക ഭാഗ്യം മൂലാശ്ച മക ചിത്രാറ്റ രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം മകം, പിന്നീട് മൂലം ചിത്ര രേവതി. ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത നക്ഷത്രങ്ങളാണ്. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നാളത്തെ ദിനം അഭികാമ്യമല്ല. അപ്രകാരം തന്നെ തിഥിയാണെങ്കിൽ ചതുർത്ഥി തിഥിയാണ്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റ് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ഈ മകൻ നക്ഷത്രം സ്വീകരിക്കാം. നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് 7:30 മുതൽ 8:15 വരെയുള്ള സമയം അനുകൂലമായ സമയം. അപ്രകാരം 1:15 മുതൽ 2:15 വരെയുള്ള സമയം ഉച്ചയ്ക്ക്. ഈ 2 സമയവും ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് അനുകൂലമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ സംസാരിച്ചു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിർബന്ധമായും സന്ദർശിക്കേണ്ടത് സർപ്പക്ഷേത്രത്തിലാണ്. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ഇതാകുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ രാഹുകേതു മന്ത്രം. മകൻ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാണ്? കേതുവാണ്. അശ്വതി മകം മൂലം. ഈ 3 നക്ഷത്രങ്ങളെ ഭരിക്കുന്നത് കേതുവാകയാൽ മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ ആയില്യപൂജ സർപ്പബലി ചെയ്യുക. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നന്ദി, നമസ്തേ.